കാലിൽ ഞരമ്പുകൾ തടിച്ച് ചുരുണ്ട് മടങ്ങി അഭംഗിയും അസ്വസ്ഥതകളും ഉണ്ടാക്കുന്ന വെരിക്കോസ് വെയിൻ എന്ന രോഗം മൂലം അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരും പലതരം ശസ്ത്രക്രിയാ രീതികൾ ചെയ്തിട്ടും ഉണങ്ങാത്ത വ്രണങ്ങളും വേദനയും മൂലം അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരുടെയും എണ്ണം കൂടി വരുന്നു. വെരിക്കോസ് വെയിൻ ഉണ്ടാകാൻ കാരണം എന്താണ്? ഇതിന് എന്താണ് പ്രതിവിധി? കാലിലെ ഞരമ്പുകൾ തടിക്കുക, സ്പൈഡർ വെയിൻ അഥവാ നീല നിറത്തിൽ ചലന്തി വല പോലെ ഞരമ്പ് തെളിഞ്ഞു വരിക, അതിൽ ചൊറിച്ചിൽ തുടങ്ങി അൾസറും വേദനയും രക്തസ്രാവവും പോലുള്ള കോംപ്ലിക്കേഷനുകളും ഉണ്ടാകാം. സ്ലീറോതെറാപ്പി, ലേസർ സർജറി, ഗ്ലൂ തെറാപ്പി, സ്ട്രിപ്പിംഗ് തുടങ്ങി പലതരം ഓപ്പറേഷനുകളും ചികിത്സാ രീതികളും ചെയ്താലും വീണ്ടും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഓപ്പറേഷൻ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? ഓപ്പറേഷനിലൂടെ ഞരമ്പുകളെ എടുത്തു മാറ്റുകയോ ലേസറോ മരുന്നുകളോ ഉപയോഗിച്ച് വീർത്ത രക്തക്കുഴലിനെ ചുരുക്കുകയോ ചെയ്താൽ രക്തയോട്ടത്തിന് തടസ്സം വരില്ലേ? വെരിക്കോസ് വെയിൻ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? വെരിക്കോസ് വെയിൻ മൂലമുള്ള അസ്വസ്ഥതകളിൽ നിന്നും മോചനം നേടാൻ എന്താണ് മാർഗം? ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി ഈ രോഗത്തിൻ്റെ കാരണങ്ങളെയും രോഗം നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാമെന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ വീഡിയോ കുറച്ച് നീണ്ടുപോകാം. കൂടുതലായി ഈ രോഗത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നറിയാനും മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. വെയിൻ അഥവാ അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളെ ഡാമേജ് വരുന്നതിനാണ് നമ്മൾ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അതിൽ ബേസിക്കലി നമ്മൾ വീനസ് പ്രഷർ, നമ്മൾ ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ നമ്മൾ ആർട്ടറിയൽ പ്രഷർ, അതായത് ശുദ്ധരക്തം പോകുന്ന രക്തക്കുഴലുകളിലെ പ്രഷറാണ് നമ്മൾ അതിന് പറയുന്നത്. ഇത് അശുദ്ധ രക്തം നമ്മളതിനെ തിരിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളിലെ പ്രഷർ കൂടുന്നതാണ് ശരിക്കും ഈ വെരിക്കോസ് വെയിനായിട്ട് മാറുന്നത്. അപ്പോൾ അതിൽ അവിടുത്തെ പ്രഷർ എന്തുകൊണ്ട് കൂടുന്നു എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ പ്രഷർ കൂടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഡാമേജ് വരികയാണ്, അല്ലെങ്കിൽ നമുക്ക് ഓവർ വെയ്റ്റ് വരുന്നു, അല്ലെങ്കിൽ രക്തക്കൊഴലുകളുടെ ഭിത്തിക്ക് തന്നെ ഡാമേജ് വന്ന് അത് വികസിക്കുന്നു. അപ്പം നമുക്ക് ഹാർട്ട് ആർട്ടറിക്കകത്തേക്കാണെങ്കിൽ ഹാർട്ട് പമ്പ് ചെയ്ത് താഴെ ബ്ലഡ് വിടുക. അപ്പം മുകളിലേക്കാണെങ്കിൽ പമ്പിങ്ങിൻ്റെ ഇഫക്റ്റ് ബ്രെയിനിലേക്ക് കിട്ടും, താഴേക്കാണെങ്കിൽ പമ്പിങ്ങിൻ്റെ ഇഫക്റ്റിൽ പിന്നെ അല്ലാതെ തന്നെ ആ പ്രഷർ ഗ്രേഡിയൻറ്റും കൂടെ വെച്ച് നമുക്ക് താഴേക്ക് വരും. പക്ഷേ ഈ രക്തത്തെ മുകളിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മളുടെ കാലിലെ പ്രത്യേകിച്ച് നമ്മളുടെ കാഫ് മസിൽസിൻ്റെ പമ്പിങ് ആണ് ശരിക്കും. നമ്മുടെ ഹാർട്ട് മസിൽസ്, നമ്മുടെ കാലിൻ്റെ കാഫ് മസിൽസ് ഒരു 2 ഹാർട്ട് പോലെ വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അവിടെയാണ് ആ ബ്ലഡ് നിന്നിട്ട് ആ പമ്പിങ്ങിൻ്റെ ഇഫക്റ്റിലാണ് ഇത് മുകളിലേക്ക് കയറി പോകുന്നത്. അപ്പം വൺസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെയും താഴേക്ക് വരാതിരിക്കാനായിട്ട് ഒരു വാൽവുണ്ട്. വാൽവ് ഒന്നല്ല, സോ മെനി വാൽവ്സ് ഉണ്ട്. നമ്മൾ ഈ ബാമ്പു മറ്റേ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ബാമ്പു നമ്മളുടെ ഇല്ലി മുളയ്ക്കൊക്കെ ഇല്ലേ ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ലേ. എന്നിട്ട് ഇതുപോലെ തന്നെ ഇത് പക്ഷേ അത് ബ്ലോക്ക് ചെയ്യുകയാണ്. പക്ഷെ ഇതങ്ങനെയല്ല, ഇതൊരു വാൽവ് പോലെ താഴേക്ക് തിരിച്ചു പോകാൻ സമ്മതിക്കില്ല, മുകളിലേക്ക് കയറിക്കൊണ്ടുപോകും. അപ്പോൾ താഴെ നമ്മുടെ കാഫ് മസിലിലെ മസിലുകൾ പമ്പ് ചെയ്ത് മുകളിലേക്ക് വിടും. അതിൻ്റെ കൂടെ ഇത് പിന്നെ വൺസ് മുകളിൽ കയറിയാൽ താഴേക്ക് പോകാതെ വരും. പക്ഷെ വൺസ് നമ്മുടെ രക്തക്കൊഴലുകൾക്ക്, അതായത് ഈ വീനസ് ബ്ലഡ് കൊണ്ടുപോകുന്ന വെയിൻസിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇത് വികസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാൽവ് മാറിപ്പോവും, വാൽവിൻ്റെ ഇത് മാറിപ്പോവും. ഈവൻ ഈ വാൽവ് ഉണ്ടാക്കിയിരിക്കുന്നതും രക്തക്കൊഴൽ ഉണ്ടാക്കിയിരിക്കുന്നതും ഒക്കെ ഉണ്ടാക്കിയേക്കുന്ന പ്രോട്ടീനുകൾ വെച്ചാണ് അതിന് ഉപയോഗിക്കുന്നത്. കൊളാജൻ എന്ന് പറയും, കൊളാജൻ, ഇലാസ്റ്റിൻ, ഫൈബ്രിൻ എന്നൊക്കെ പറയും. ഇതിന് വരുന്ന ഡീഗ്രഡേഷൻ കൊണ്ടാണ് ഈ രക്തക്കൊഴലുകൾ ഡാമേജ് ചെയ്ത് അത് വികസിച്ച് പോവുകയാണ്. നമുക്കറിയാലോ, ബലൂണൊക്കെ ഓവർ വികസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റഗ്രിറ്റി പോവുകയല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ ആ ഇൻറ്റഗ്രിറ്റി പോവുകയാണെന്ന് ചെയ്യുന്നത്.
അപ്പം അതിൻ്റെ കൂടെ പ്രഷറും കൂടെ ചിലപ്പോൾ കൂടാം. അപ്പോൾ പ്രഷർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവർ വെയിറ്റ് വരിക. അപ്പോൾ വയറിൽ അബ്ഡോമിനൽ ഒബേസിറ്റി വന്നു കഴിഞ്ഞാൽ ആ വയറിനകത്തെ തൊറാസിക് ക്യാവിറ്റി, കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കഴിഞ്ഞാൽ വയറിനകത്ത്, അതായത് അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറയും, പിന്നെ നെഞ്ചിനകത്ത് തൊറാസിക് ക്യാവിറ്റിക്കകത്താണല്ലോ ഹാർട്ട് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം കൊഴുപ്പ് അടിഞ്ഞ് കഴിയുമ്പം മൊത്തത്തിൽ അവിടുത്തെ പ്രഷർ കൂടും. അപ്പോൾ അവിടുത്തെ പ്രഷർ കൂടുമ്പം ഈ താഴെ നിന്നുള്ള പമ്പിങ്ങിന് കൂടുതൽ പ്രഷർ എടുത്ത് പമ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത്തരം രോഗങ്ങളുള്ളവർക്ക് എന്താ പ്രശ്നം? അവർ മസിൽ വീക്കായിരിക്കും, അവർ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവായിരിക്കും. കാരണം ഓവർ വെയിറ്റ് ഉള്ള ആളാണല്ലോ, അയാൾ ഓൾറെഡി ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്, അവരുടെ മസിൽ വീക്കാണ്. അതായത് നമ്മളുടെ കാലിലെ പമ്പ് വർക്ക് ചെയ്യുന്നില്ല, അതും വീക്കായി പോകുന്നു. അങ്ങനെയാണ് ഈ ബ്ലഡ് അവിടെ കെട്ടി നിൽക്കുമ്പം. അപ്പോൾ അതൊരു ആദ്യം തടിച്ചു വരും, പിന്നെ അത് ശ്രദ്ധിച്ചാൽ അറിയാം ചുരുണ്ട് വരും. ചുരുണ്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാൽവ് ഡാമേജ് ആയി കഴിയുമ്പോൾ നമ്മളുടെ ബോഡി തന്നെ, അല്ലെങ്കിൽ രക്തക്കുഴൽ തന്നെ അവിടെ അതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കി കൊണ്ടുവരുന്നത്. കാരണം നേരെ താഴോട്ട് പോകില്ലല്ലോ, മറ്റേ നേരെ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ബ്ലഡ് മുകളിലോട്ട് വരുന്ന അത് അതേപടി താഴേക്ക് പോകാതിരിക്കാനാണ് ഈ മടക്കൽ. അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ ഈ വെരിക്കോസ് വെയിനെ കുറിച്ചും അതിൻ്റെ ഹീലിങ്ങിനെ അതിനകത്ത് നിന്ന് മാറണമെന്നുണ്ട് നമ്മുടെ രക്തക്കുഴലുകൾ എങ്ങനെയാണ് ഈ കാലിലേക്കുള്ളതെന്നും കൂടെ അറിയണം. ഈ കാലിലേക്കുള്ള രക്തക്കുഴലെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്നതുണ്ടല്ലോ, സഫീനസ് വെയിൻ എന്ന് പറയും. ശരിക്കും നമ്മളുടെ പെൽവിസിൽ നിന്ന് ഇതിറങ്ങി വന്നിട്ട് ഫെമറൽ ബിഗ് വെയിനുണ്ട്, ശരിക്കും താഴേക്ക് കയറി പോകുന്നത് വലിയൊരു ബിഗ് വെയിനുണ്ട്. അതുകൂടാതെ സൂപ്പർഫിഷ്യലായിട്ട് പുറമേ കൂടെ വരുന്നതിന് സഫീനസ് വെയിൻ എന്ന് പറയും, ഉള്ളിൽ കൂടെ പോകുന്നതിന് ഫെമറൽ എന്ന് പറയും. അപ്പം ഈ നമ്മൾ ഈ പുറമേ കാണുന്ന മടക്കലും ഈ തടിക്കലും ഒക്കെ ഈ സഫീനസ് വെയിൻ്റെയാണ് സൂപ്പർഫിഷ്യൽ. മറ്റത് ഡീപ്പായിട്ട് മസിലിൻ്റെ ഉള്ളിൽ കൂടെ കയറി വരുന്നുണ്ട്, അതിനും ഡാമേജ് വരുന്നുണ്ട്. അതുകൂടാതെ ഇതിന് രണ്ടും കണക്ട് ചെയ്തുകൊണ്ട് പെർഫറേറ്റേഴ്സ് എന്ന് പറയും. അതായത് അതും ഫേഷ്യക്കകത്തൂടെ പോയി സൂപ്പർഫിഷ്യലും ഡീപ്പ് വെയിനും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ ഒരെണ്ണത്തിന് എന്തെങ്കിലും ബ്ലോക്ക് വന്നു കഴിഞ്ഞാലും ബ്ലഡ് സർക്കുലേഷൻ നടക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഉണ്ട് വാൽവ്സ് ഉണ്ട്. അപ്പം ഈ വാൽവിന് ഡാമേജ് വരാം. അതൊക്കെയാണ് നമ്മൾ ഈ പരിശോധനയെ കൂടെ നമ്മൾ നോക്കി കണ്ടുപിടിക്കാൻ നോക്കുന്നത്. എന്തോരം ഡാമേജ് വന്നിട്ടുണ്ടോ ഈ അൾട്രാസൗണ്ടൊക്കെ വെച്ച് നോക്കി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അതിലാണ്. ഈ രക്തക്കൊഴലുകളുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആദ്യം ചെറിയ രക്തക്കൊഴലുകളുണ്ട്, വെന്യൂൾസ് എന്ന് പറയും. ആർട്ടറിയോൾസ് ഉണ്ട്, ഏറ്റവും ചെറിയ ആർട്ടറിയുടെ, അതായത് ശുദ്ധരക്തം കൊണ്ടുപോകുന്ന ഏറ്റവും ചെറുതിന് ആർട്ടറിയോൾസ് എന്ന് പറയും. അതിൽ നിന്ന് വെന്യൂളിലേക്ക് ബ്ലഡ് വരും. ഈ വെന്യൂളാണ് പിന്നെ കുറച്ചുകൂടെ വലിയത് ആ ലെവലിലേക്കുള്ള രക്തക്കൊഴലുകളായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഏകദേശം 5 ലിറ്റർ ബ്ലഡാണുള്ളത്. അതിൽ 4 അതായത് 75% ശരിക്കും ഈ രക്തക്കൊഴലുകളിൽ, പ്രത്യേകിച്ച് വെയിനിലാണ് കിടക്കുന്നത്. ഹാർട്ടിലും ആർട്ടറിയിലുമായിട്ടുള്ള 25% ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ രക്തക്കൊഴലുകൾ വികസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റാഗ്നേഷനായിട്ട് കൂടുതൽ ബ്ലഡ് അതിനകത്ത് കെട്ടിക്കിടക്കും. അപ്പോൾ അതും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. കാരണം ഹാർട്ടിലേക്കുള്ള പമ്പിങ് കുറഞ്ഞു പോകുന്നുണ്ടാണല്ലോ, അവിടെ കെട്ടിക്കിടക്കുകയും കൂടെയാണല്ലോ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ രക്തക്കൊഴലുകൾക്കാണ് ആദ്യം ഡാമേജ് വരുന്നത്. അതിനാണ് സ്പൈഡർ വെയിൻ എന്ന് പറയുന്നത്. അതായത് ചിലന്തി വല പോലെ കാലിലൊക്കെ കിടക്കുന്നതാണ്. അതും ഈ ഡാർക്ക് സ്കിന്നുള്ളവർക്ക് ഈ സ്പൈഡർ വെയിൻ ഒന്നും അത്ര കാണണമെന്നില്ല. അതും മുട്ടിന് താഴേക്കുള്ളിടത്തിൽ പ്രത്യേകിച്ചും അത്ര അറിയില്ല. യൂഷ്വലി ഇത് കാണുന്നത് മുട്ടിന് മുകളിലുള്ള തൈസിലാണ് കൂടുതലായിട്ട് ഇത് പെട്ടെന്ന് കാണാവുന്നത്. പിന്നെ ഈ കാലിൻ്റെ സൈഡിൽ, ഈ പാദത്തിൻ്റെ ആ സൈഡിലായിട്ടും ചിലപ്പോൾ ചിലന്തി വല പോലെ കാണാം. അതതിൻ്റെ തുടക്കമാണ്. പിന്നെ കുറച്ചുകൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീർക്കാൻ തുടങ്ങും. വീർത്തിങ്ങനെ നമ്മൾ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ. ഇപ്പം കിടന്നിട്ട് നമ്മളൊന്ന് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പോകും. പക്ഷെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇത് വരും. പിന്നെ നിന്നിട്ട് നമ്മളൊന്ന് ചുമക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീർത്ത് കൂടുതലും വരുന്നത് നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ വേദനകളാകും. കാല് കഴപ്പ്, ഇച്ചിരി നേരം നിൽക്കുമ്പോഴേക്കും കാല് കഴയ്ക്കാൻ തുടങ്ങും. പിന്നെ ഒരു പുകച്ചിൽ പോലെ വരാൻ തുടങ്ങും. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് വരുമ്പോഴേക്കും ഡിസ്കളറേഷൻ, നീല നിറം, ആദ്യം നീല നിറമായിരിക്കും, പിന്നെ കറുക്കാൻ തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞ് അത് പതുക്കെ ചൊറിയാൻ തുടങ്ങും. ചൊറിഞ്ഞു കുട്ടി അപ്പോഴേക്കും ഡെർമറ്റൈറ്റിസ് എന്നുള്ള സ്റ്റേജ് എത്തും. അതായത് ഈ എക്സീമ, പോലെയൊക്കെയുള്ള വരാൻ തുടങ്ങും. പിന്നെ ചിലപ്പോൾ അതിനകത്ത് ഇൻഫെക്ഷൻ വരാം.
പിന്നെ അതിനകത്ത് ഈ രക്തക്കൊഴലുകളിൽ ഡയറക്റ്റ്ലി കയറി ഇൻഫെക്ഷനൊക്കെ വരുവാണെങ്കിൽ അതിനകത്ത് ബ്ലഡ് കട്ടയാവും. അതിന് വരുന്ന ത്രോംബോഫ്ലെബൈറ്റിസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പം ഇങ്ങനെയുള്ളവർക്ക് കൂടുതലാണ് കാലിൽ പെട്ടെന്ന് നീരും വേദനയും വരും. അപ്പോൾ നമ്മളിങ്ങനെ കാല് ഇങ്ങനെ വെക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര വേദന കൂടുകയും ചെയ്യുന്നതുണ്ടെങ്കിൽ രക്തക്കൊഴലുകൾക്ക് ബ്ലോക്ക് വന്നിട്ട് ത്രോംബോഫ്ലെബൈറ്റിസോ ത്രോംബോസിസ് എന്നും പറയും. 2 ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും ഐറ്റിസ് ആണ്. മറ്റേതാണ് ജസ്റ്റ് ത്രോംബോസിസ്, രക്തം കട്ടയാകാനും. കാരണം കാല് പ്രത്യേകിച്ച് എങ്ങനെയുള്ളവർക്കാന്ന് വെച്ചാൽ ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർ കുറച്ച് കൂടുതൽ ദൂരം യാത്രയൊക്കെ ചെയ്ത്, പ്രത്യേകിച്ച് നമ്മൾ ഈ ഓവർ 24 US നിന്നൊക്കെ തിരിച്ചു വരുന്ന ഫ്ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, 24 hours ഒക്കെ ലോങ് ഫ്ലൈറ്റുകൾ, ലോങ് ഡിസ്റ്റൻസ് ഫ്ലൈറ്റൊക്കെ വന്നു കഴിയുമ്പം കാലനക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ അപ്പം അറിയില്ല, ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കായിരിക്കും നമ്മളതിന് സിംറ്റംസ് വന്നു തുടങ്ങുന്നത്, രക്തം കട്ടയായതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ അല്ലാത്ത സമയത്ത് രാത്രി കിടക്കാൻ തുടങ്ങും റെസ്റ്റ്ലെസ്, കാലെപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കും, എന്തോ ഒരു അസ്വസ്ഥ പോലെ എപ്പോഴും അനക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. അതെന്താണെന്ന് വെച്ചാൽ ഈ അനങ്ങുമ്പം കുറച്ചെങ്കിലും ഒന്ന് ബ്ലഡ് പമ്പിങ് വരുമല്ലോ, അപ്പോൾ അസ്വസ്ഥത കുറയുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയുടെ ഒരു ഓട്ടോമാറ്റിക് മെക്കാനിസം ആണെന്ന് പറയാൻ കാലിങ്ങനെ അനക്കുക, റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുക എന്നുള്ളത് വരുന്നത്. പിന്നെ കുറേ കൂടെ സ്റ്റേജ് കൂടിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കാണ് ചിലരിൽ അൾസറായിട്ട് മാറും, നോൺ ഹീലിംഗ് വ്രണങ്ങൾ പോലെ വരും. പിന്നെ ഉള്ളത് ചിലതിങ്ങനെ വൈറ്റായിട്ട് ഇങ്ങനെ കൺട്രാക്ചർ പോലെ, അതായത് സ്കാറിങ് പോലെ വരും. അപ്പോൾ അവിടെ നമുക്ക് ആംഗിളൊക്കെ കൂടുതലും ഈ ആംഗിളിൻ്റെ ഒക്കെ പാദത്തിൻ്റെ മുകളായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ മൂവ്മെൻറ്റ് തന്നെ റെസ്ട്രിക്റ്റഡ് ആയി പോകും. അതൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെയായിട്ട് വരുന്ന ഈ രക്തക്കൊഴലുകൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന കൊളാജൻ എന്ന് പറഞ്ഞൊരു ടിഷ്യൂ പ്രോട്ടീനാണ്. അപ്പോൾ അതിൽ വരുന്ന ഡാമേജ് കൊണ്ടാണ് അത്. കൊളാജൻ ആക്ച്വലി രക്തക്കൊഴലുകൾക്ക് മാത്രമല്ല സ്കിന്നിനും ഒക്കെ കൊളാജൻ ഉണ്ട്. അപ്പോൾ അതിനും കൂടെ ഡാമേജ് വരുമ്പോഴേക്കുമാണ് നമ്മൾ ഈ അൾസറിലേക്കും സ്കിൻ ഡിസീസിലേക്കും എല്ലാം പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ എന്ത് രോഗമുള്ളവർക്കാണ് ഇത് വരാൻ സാധ്യതയുള്ളതെന്ന്. ഇപ്പോൾ കൂടെ ഉള്ള രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളൊരു നല്ല ശതമാനം വെരിക്കോസ് വെയിൻ വരുന്ന ലേഡീസിനാണ്. ശരിക്കും ഇപ്പോൾ നമ്മൾ വെരിക്കോസ് വെയിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 2/3 3/2 കൂട്ടരും ലേഡീസ് ആയിരിക്കും. അവർക്ക് മിക്കവാറും ഇത് തുടക്കം വരുന്നത് പ്രഗ്നൻസി സമയത്തായിരിക്കും. അപ്പോൾ ആ പ്രഗ്നൻസി സമയത്ത് എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ചാൽ വയറ് വീർത്ത് വരുമല്ലോ, അപ്പോൾ ഇൻട്രാഅബ്ഡോമിനൽ പ്രഷർ കൂടും. ആ സമയത്ത് നമുക്ക് ഈ രോഗം വരാൻ ടെൻഡൻസി ഉള്ളവർക്ക്, പ്രത്യേകിച്ച് കുറച്ച് ഓവർ വെയിറ്റ് ഗെയിനും കൂടെ വരികയാണ്. നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 7 to 10 kg കൂടേണ്ടതുള്ളൂ പ്രോപ്പർലി. ഇപ്പോഴത്തെ ഇത് അണ്ടർ വെയിറ്റ് ഒന്നും ഉള്ളവരല്ല, ഒരു നോർമൽ വെയിറ്റിലുള്ളവരാണെങ്കിൽ ഒരു ലോ നോർമൽ വെയിറ്റിലുള്ളവർക്കാണെങ്കിൽ മാക്സിമം ഒരു 10 kg വരെ കൂടാം. അപ്പർ നോർമൽ ലെവലിൽ നിൽക്കുന്നവരാണെങ്കിൽ ഒരു 7 kg ഒക്കെ വെയിറ്റ് കൂടാൻ പാടുള്ളൂ. പക്ഷെ പലരും 10-20 കിലോ ഒക്കെ ആയിരിക്കും ഒറ്റ പ്രഗ്നൻസി സമയത്ത് ഓവർ വെയിറ്റ് ഗെയിൻ വരും. അപ്പോൾ അതോടുകൂടി മിക്കവാറും ഇത് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ പിന്നെ മിക്കവാറും ആ ഓവർ വെയിറ്റ് പോകില്ല. അതുകൊണ്ടാണ് അബ്ഡോമിനൽ ഒബേസിറ്റി ലേഡീസിനൊക്കെ നിലനിൽക്കുകയും ചെയ്യും. അത് പിന്നെ മിക്കവാറും ബ്രസ്റ്റ് ഫീഡിങ് ടൈം വീണ്ടും കൂടുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലേഡീസിന് ഇത് വരാനുള്ള ഏറ്റവും കൂടുതൽ കാരണം. അത് കുറച്ചുകൂടെ യങ്ങർ ഏജിൽ വരും. പിന്നെ പ്രോബ്ലംസിലേക്കൊക്കെ വരുന്നത് മിക്കവാറും ഈ വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞ് 20-30 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പ്രോബ്ലത്തിലേക്ക് വരുന്നത്. അപ്പം ഇതിപ്പോൾ മിക്കവാറും ഓവർ വെയിറ്റ് ഉള്ളവർക്കാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഡയബറ്റീസ് ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, പിന്നെ കൊളസ്ട്രോൾ ഉണ്ടാവും. പിന്നെ ഈ രക്തക്കൊഴലുകൾക്കാണല്ലോ ഈ ഡാമേജ് വരുന്നത്. നമ്മൾ ഈ കാലിലെ രക്തക്കൊഴലുകളുടേത് കാണുന്നേ ഉള്ളൂ, രക്തക്കൊഴലുകൾക്ക് മൊത്തത്തിൽ ഡാമേജ് വരുന്നുണ്ട്. അത് വെയിനിന് മാത്രമല്ല, ഈ രോഗം ഈ കൊളാജൻ ഈ പ്രോട്ടീനിനെ ബാധിച്ചിരിക്കുന്നതാണ്. അപ്പം മറ്റുള്ളിടത്ത് രക്തക്കൊഴലുകൾക്കും ഡാമേജ് വരുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത്. അപ്പോൾ ഹാർട്ട് ഡിസീസ് ഇങ്ങനെയുള്ളവർക്ക് കൂടുതലായിരിക്കും. ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ഹാർട്ട് ഡിസീസ് കൂടുതലായിരിക്കും. അതുപോലെ പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നത് കാലിലെ ശുദ്ധരക്തം കൊണ്ടുപോകുന്ന രക്തക്കൊഴലുകളിൽ അടവ്, ഈ ഹാർട്ട് ഡിസീസ് വരുമ്പം ശുദ്ധരക്തം കൊണ്ടുപോകുന്ന ആർട്ടറിക്കകത്ത് അടവ് വരുവാണല്ലോ, അതുപോലെ കാലിലേക്കുള്ള ആർട്ടറിക്കകത്തും അടവ് വരാം. പിന്നെ പെരിഫറൽ ന്യൂറോപ്പതി വരാം, ഈ നെർവ്സിന് ഡിഫക്റ്റ് വരാം. കാരണം അവിടെയും വിഷം കെട്ടി നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ നെർവിനും രക്തക്കൊഴലുണ്ടല്ലോ, ആർട്ടറിയും വെയിനും ഒക്കെ ഉണ്ട്, അതിനും ഡാമേജ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നെർവ്സിന് ഡാമേജ് വരാം. അതുകൊണ്ടാണ് ഈ പുകച്ചിലൊക്കെ വരുന്നത്. പിന്നെ ഒപ്പം തന്നെ സ്കിൻ ഡിസീസ് വരാം. സ്കിന്നിനുള്ള വേസ്റ്റ് ഡ്രെയിനേജ് ഒന്നും വരാതെ നിന്ന് അവിടെ ഈ ബ്ലഡും ഒക്കെ കെട്ടി നിന്ന് പോഷകങ്ങളും വേണ്ട പോലെ കിട്ടാതെ വന്ന് അവിടെ സ്കിൻ ഡിസീസായിട്ട് മാറാം.
പിന്നെ ഇവർക്കെല്ലാം തന്നെ ഒബേസിറ്റിയുടെ ഒരു പ്രോബ്ലം ഉണ്ടാകും. വയറ് പ്രത്യേകിച്ച് ഈ കുടവയറ് മിക്കവാറും പേർക്കും കുടവയറുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ നോക്കുന്നത് ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. ഈ രക്തക്കുഴലിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡാമേജ് വരുന്നത്? അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് ഇത് ഒരു തരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലെയാണ്. അപ്പോൾ അതിൻ്റെ അതായത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ രക്തക്കുഴലുകളെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയാണ്. അത് ഒരു ആസ്പെക്റ്റ്. പിന്നെ ഈ പ്രഷർ കൂടുന്നത്. അപ്പോൾ പലർക്കും ഒക്കെ വീനസ് പ്രഷർ കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും കുടവയറ് വരുമ്പം ഈ കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞിട്ട് പ്രഷർ കൂടും. അപ്പോൾ അത് അവിടെ കെട്ടി നിന്ന് അതിങ്ങനെ വികസിച്ച് വരുന്നു. അതിന് പിന്നെ അതിനെ ഒന്ന് അഗ്രവേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം വേറൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വരാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ നമ്മൾ ശ്വാസം പിടിച്ച് ഉള്ള ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ഈ റോങ് രീതിയിൽ ബ്രീത്തിങ് വെച്ചുകൊണ്ട് നമ്മൾ ജിമ്മിൽ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും ഈ ജിമ്മിൽ പോയി വെയിറ്റ് ലിഫ്റ്റിങ്ങും മറ്റു എക്സസൈസും ചെയ്യുന്നവർക്ക് പലർക്കും ഇങ്ങനെ പ്രോണായിട്ടുള്ളവർക്ക് ഈ അതിൻ്റെ വാൽവുകൾക്ക് ഡാമേജ് വന്ന്, അതായത് വെയിനിൻ്റെ ഞരമ്പുകളുടെ ഇതിൻ്റെ ഡാമേജ് വന്ന് ഇത് വരാനുള്ള സാധ്യത കൂടുതൽ പലപ്പോഴും ചെറുപ്പക്കാർക്ക് പോലും കാണാറുണ്ട്. അപ്പോൾ അതിൽ പലരും എന്താണെന്ന് വെച്ചാൽ ഈ ഡിഫൻസ് പട്ടാളത്തിലേക്കോ പോലീസിലേക്കോ ഒക്കെ ജോലിക്ക് വേണ്ടി നോക്കുമ്പം ഈ 10-27-25 വയസ്സൊക്കെ ഉള്ളവർ ചിലപ്പോൾ അപ്പോഴേക്കും അവർക്ക് ഓൾറെഡി വെരിക്കോസ് വെയിൻ വന്നിട്ടുണ്ടാകും. അവർ വലിയ ഫിറ്റ് ആകാൻ വേണ്ടി പോയി ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്തതാണ്. അപ്പോൾ അവർക്ക് ഫാമിലിയിൽ ഈ വെരിക്കോസ് വെയിൻ അമ്മയ്ക്കും ഉണ്ടെങ്കിൽ മക്കൾക്കും വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവർ ഈ വലിയ വർക്കൗട്ടൊക്കെ ചെയ്ത് വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ പലരും പിള്ളേരായിരിക്കും, പലരും ഇൻത്യൂസിയാസ്റ്റിക്കായിട്ട് ഓവറായിട്ട് വെയിറ്റൊക്കെ ലിഫ്റ്റ് ചെയ്ത് ചിലപ്പോൾ ഇത് വരാം. എന്നിട്ട് ഇവരൊക്കെ പലപ്പോഴും പോയി ഈ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് വെരിക്കോസ് വെയിൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്യിപ്പിച്ചിട്ട് പോകുന്നത് ഒരു കോമൺ സിനാരിയോ ആണ് ഇപ്പോഴത്തെ. അപ്പം അങ്ങനത്തെ ചെറുതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി അതിനൊരു കോസ്മെറ്റിക് ഇഫക്റ്റ്, അല്ലാതെ രോഗം മാറാനല്ല, ഒരു കോസ്മെറ്റിക് ഇഫക്റ്റ് എന്ന് എഴുതി അങ്ങനെ ചെയ്ത്, അതായത് ശരിക്കും ഒരു ഹൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഇതുണ്ട്. പിന്നെ ഈ രക്തക്കുഴലുകൾക്ക് ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് പോലെ വരാനുള്ള ഒരു റീസണായിട്ട് പറയുന്നത് ഒന്ന് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയിൽ പ്രത്യേകിച്ച് ചില വൈറ്റമിൻസ് ഉണ്ട്, വൈറ്റമിൻ B6, B9 ദറ്റ് ഈസ് ഫോളിക് ആസിഡ്, പിന്നെ B12, ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി വരുന്നവർക്ക് ഹൈപ്പർ ഹോമോസിസ്റ്റിനീമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരും. അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ ബ്ലഡിൽ ഹോമോസിസ്റ്റീൻ കൂടുന്നവർക്ക് ഹാർട്ട് ഡിസീസ് വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മളൊരു കാർഡിയാക് മാർക്കറായിട്ട് വെച്ചിരിക്കുന്ന ഈ ഹോമോസിസ്റ്റീൻ എന്നുള്ള ടെസ്റ്റ്. അപ്പോൾ ഈ ഹോമോസിസ്റ്റീൻ കൂടിയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹാർട്ടിലെ രക്തക്കൊഴലുകളെ ഈ ഹോമോസിസ്റ്റീൻ കൂടാനായിട്ടുള്ള ഒരു മേജർ കാരണം പറയുന്നത് ഈ വൈറ്റമിനുകളുടെ ഡെഫിഷ്യൻസിയാണ്. വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പം ഇതിൻ്റെ പ്രൊഡക്ഷനിൽ കുറച്ച് മിത്തിലേഷൻ, അസിറ്റിലേഷൻ ഒക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോകും. അപ്പോൾ ഈ ക്വാളിറ്റി കുറഞ്ഞ പ്രോട്ടീൻ വെച്ചിട്ട് ഈ രക്തക്കൊഴലുകൾ ഉണ്ടാക്കിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കരുതുന്നത് ഈ ക്വാളിറ്റി കുറഞ്ഞ പ്രോട്ടീൻ എല്ലാം ശരിയല്ല, അതിനെല്ലാം നശിപ്പിക്കണമെന്നാണ്. അപ്പോൾ ഇത് കയറി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ കൊളാജൻ, ഇലാസ്റ്റിൻ, പ്രോട്ടിയോഗ്ലൈക്കാൻ എന്നിങ്ങനെ തുടങ്ങിയ കുറച്ച് പ്രോട്ടീൻ ഗ്രൂപ്പാണ് അതിന് ഡാമേജ് വരുന്നത്. അത് ഈ രക്തക്കുഴലുകളെ ആട്ടിനെയൊക്കെ ഉണ്ടാക്കാൻ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഡാമേജ് വരുന്നത്. അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് രക്തം കട്ട പിടിച്ച്, പ്രത്യേകിച്ച് കാലിലൊക്കെ ഇങ്ങനെ പൂളിങ് പോലെ വരികയല്ലേ, അപ്പോൾ അവിടെ രക്തം കട്ട പിടിച്ച് ഫ്ലബൈറ്റിസും വരാം, ഫ്ലബോത്രോംബോസിസും വരാം. എന്നിട്ട് നമുക്ക് ഈ പൾമണറി എംബോളിസം, യൂഷ്വലി അത് നേരെ ഹാർട്ടിലേക്കൊന്നും പോയി ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും അല്ല വരുന്നത്, ഇതിൽ ലങ്സിലേക്ക് പോയി അവിടെ ബ്ലോക്ക് വരുത്തുക ചെയ്യുന്നത്. എന്നിട്ട് പൾമണറി എംബോളിസം ലങ്സിനെ ഡാമേജ് ചെയ്യാം. കാരണം റൈറ്റ് ഹാർട്ടിൽ നിന്ന് പോകുന്നതൊക്കെ പൾമണറി സർക്കുലേഷനിലേക്ക് പോകുള്ളൂ ഈ ക്ലോട്ടൊക്കെ ഉണ്ടായാൽ. പക്ഷേ ഒത്തിരി വലിയ ക്ലോട്ടൊക്കെയാണ് പൾമണറി സർക്കുലേഷനിൽ പോയാൽ അത് ഫറ്റൽ, അതായത് വലിയ എംബോളയൊക്കെ ലങ്ങിലേക്ക് പോയാൽ ചിലപ്പോൾ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഓപ്പറേഷന് വിധേയരാകുന്നത് വെരിക്കോസ് വെയിൻ ഉള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒക്കെ പ്രത്യേകിച്ച് നമ്മളുടെ ഇവിടെ ഈ രക്തം കട്ട പിടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് കൂടുതലായതുകൊണ്ട് ആ ഓപ്പറേഷൻ സമയത്ത് പ്രത്യേകിച്ച് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഒരു ഇഞ്ചക്ഷനൊക്കെ എടുക്കും. അപ്പോൾ അത് പ്രത്യേകിച്ച് അതുകൊണ്ട് ഡോക്ടേഴ്സിനോട് പറയുകയും ചെയ്യണം. ഓപ്പറേഷന് വിധേയരാകുന്നുണ്ടെങ്കിൽ ഇത്ര ഇഞ്ചക്ഷൻ എടുക്കണം. അതുപോലെ നമ്മൾ നേരത്തെ തന്നെ ആംബുലേറ്ററി, അതായത് നേരത്തെ തന്നെ എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങണം.
അല്ലെങ്കിൽ കിടന്നുകൊണ്ടാണെങ്കിലും കാലിൻ്റെ എക്സസൈസ് ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ ബ്ലഡ് കട്ട പിടിച്ച് പൾമണറി എംബോളിസം ഒക്കെ പോയി അത് ഈവൻ മരണ കാരണം വരെ ആകാവുന്നതാണ്. ഇത് കൂടാതെ വെരിക്കോസ് വെയിൻ കൊണ്ട് വരാവുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അൾസേഴ്സ് വരാം, അതായത് നോൺ ഹീലിംഗ്, ഉണങ്ങാത്ത വ്രണങ്ങൾ വരാം. പിന്നെ ചിലപ്പം വലിയ വ്രണമൊന്നും ഉണ്ടാവില്ല, ചിലരുടെയൊക്കെ ഉണ്ട് ചില പോയിന്റിൽ ഇങ്ങനെ വികസിച്ച് ചെറിയ ബലൂൺ പോലെ നിൽക്കുകയായിരിക്കും ചെയ്യുന്നത്. അവിടുന്ന് ചിലപ്പം പെട്ടെന്ന് ബ്ലീഡിങ് വരുന്ന പോലെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ, വീനസ് ബ്ലീഡിങ് നിൽക്കാതെ വരും. പക്ഷെ നമ്മൾ ഇതിപ്പോൾ ആർട്ടറിയിൽ നിന്ന് വരുന്ന ബ്ലീഡിങ് പോലെയല്ല. ശരിക്കും അതിൽ നമ്മൾ ഒത്തിരി പേടിക്കേണ്ട കാര്യമില്ല. അപ്പം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കാല് പൊക്കി വയ്ക്കുക. കാല് പൊക്കി വെച്ചിട്ട് അവിടെ ഒരു ബാൻഡേജ് പോലെ, ഒത്തിരി ടൈറ്റായിട്ട് ഇടരുത്, ഒരു മയത്തിൽ നമ്മൾ ബാൻഡേജ് ഇടുക. ഇപ്പം വെരിക്കോസ് വെയിൻ ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഇതിൻ്റെ പ്രത്യേക സോക്സും ഇതുമൊക്കെ കാണുമല്ലോ, അപ്പോൾ അതും ഇട്ട് അല്ലെങ്കിൽ ബാൻഡേജും കൂടെ ഒരു കെട്ടിവെച്ച് ബാൻഡേജും കൂടെ ഇടുക. അപ്പോൾ ടു മച്ച് ടൈറ്റാക്കി കളയായിരുന്നു. ആർട്ടറി ഭയങ്കര ടൈറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് രക്തയോട്ടം നിർത്തി കളയും. അത് ആ വെയിനിൽ കൂടെ ഉള്ളത് മാത്രം, അത് മാത്രമല്ല പൊക്കിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ അത് ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ബ്ലീഡിങ് ഒക്കെ സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നോടം വരത്തേക്ക് നമ്മൾ കൂടുതൽ കാര്യങ്ങളിലൊന്നും മറ്റേ ഒത്തിരി നിൽക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾ പാടില്ല. പിന്നെ അവിടെ ഒരു മുറിവ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ ഇൻഫെക്ഷൻ വരാതെ നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം ഈ കിടന്നുകൊണ്ടാണെങ്കിൽ അനക്കാതെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കിടന്നുകൊണ്ടുള്ള എക്സസൈസ് ചെയ്യുക, പൊക്കി വയ്ക്കുക, എക്സസൈസ് ചെയ്യുക, അങ്ങനത്തെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഈ എംബോളിസം പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാം. പിന്നെ യൂഷ്വലി നമ്മൾ ആദ്യത്തെ തുടക്കത്തിൻ്റെ സമയത്തൊക്കെ ഒരു കോസ്മെറ്റിക് ഇഫക്റ്റ്, പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ കോസ്മെറ്റിക് ഇതായിരിക്കും. പിന്നെ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര കോസ്മെറ്റിക് ഇഫക്റ്റിലും വരാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും ഫുൾ ലെങ്ത് ആണല്ലോ ഇടുന്നത്. ഈ പുറത്തെ രാജ്യങ്ങളിലൊക്കെ മിനിയൊക്കെ ഇടുന്നവർക്കാണ് ഇത് അവർക്ക് മോർ കോൺഷ്യസ് ആകുന്നത്. ഇവിടെ പിന്നെ എല്ലാവരും ഫുൾ ലെങ്ത് ഇടുന്ന കാരണം അത്രയ്ക്ക് നമുക്കൊരു കോസ്മെറ്റിക് ഇഫക്റ്റ് വരാറില്ല, പ്രത്യേകിച്ച് കാലിൽ. പക്ഷേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മറ്റേ ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ട ജോലിക്ക് പോകുമ്പോഴാണ് ഇതൊക്കെ വേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ആക്ടേഴ്സൊക്കെ പോലെയുള്ളവർ അവരതുപോലത്തെ ഡ്രസ്സൊക്കെ ഇടേണ്ടി വരുമ്പോൾ ഇതൊരു വിഷയമായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഉള്ളതിനാണ് നമ്മൾ കോസ്മെറ്റിക് സർജറി പോലെ വേണ്ടി വരുന്നത്. അതിന് നെക്സ്റ്റ് പിന്നെ ഈ വെരിക്കോസ് വെയിൻ്റെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ പൈൽസ് എന്ന് പറയുമല്ലോ, ഈ രക്തത്തിൽ നമ്മൾ മലദ്വാരത്തിൽ വരുന്നത്. ആക്ച്വലി ഈ വെരിക്കോസ് വെയിൻസ് ഉള്ളവർക്ക് പൈൽസ് വരാനും ചാൻസ് കൂടുതലാണ്. അത് വേറൊരു ഫോം ഓഫ് വെരിക്കോസ് വെയിൻ തന്നെയാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആണുങ്ങളിൽ വൃഷ്ണത്തിൻ്റെ അവിടെയും രക്തക്കൊഴലുകൾ ചുരുണ്ടി മടങ്ങി വരുന്നതിനെയാണ് വെരിക്കോസ് സീൽ എന്ന് പറയുന്നത്. അവിടെയും ഈ രക്തക്കൊഴലുകൾക്ക് ഇത് സെയിം ഡാമേജ് തന്നെയാണ് അവിടെയും വരുന്നത്. വെരിക്കോസ് വീലാണെങ്കിലും പൈൽസ് ആണെങ്കിലും ഈ വെരിക്കോസ് വെയിൻ ആണെങ്കിലും മൂന്നും ഒരേ ഗ്രൂപ്പിലാണ് വരുന്നത്. ഇതിൻ്റെ എല്ലാം കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസായിട്ട് വരുന്നത് ഇത് ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുന്നതാണ്. അപ്പം അത് നമ്മുടെ ഫുഡുമായിട്ട് റിലേറ്റഡ് ആണ്. ഒന്ന് ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒക്കെ പറയുന്നു, അത് കൂടാതെ ഉള്ളതാണ് നമ്മളുടെ ഈ ചില ഭക്ഷണം നമുക്ക് പറ്റാത്തതുണ്ടാകുന്നത്. അപ്പം നമുക്ക് ഇപ്പം അത് ഏറ്റവും എവിഡൻ്റ് ആയിട്ട് നോക്കുന്നത് പൈൽസ് ഉള്ളവർക്കാണ്. അപ്പോൾ പൈൽസ് ഉള്ളവർക്കറിയാം, അവർ ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴായിരിക്കും വരുന്നത്. ചിലർക്ക് ചിക്കനായിരിക്കും, ചിലർക്ക് മുട്ടയായിരിക്കും, ചിലർക്ക് പയറായിരിക്കും. അത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചെടുക്കാമെന്നാണ്. അത് അറിയാമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ കാലിൻ്റെ കഴപ്പും അസ്വസ്ഥതകളും പുകച്ചിലും ഒക്കെ വെരിക്കോസ് വെയിൻ വരുന്നവർക്ക് കൂടുന്നത് അത്തരം ഫുഡ് കഴിച്ച് കഴിയുമ്പോഴാണ്. പക്ഷേ അത് നമ്മൾ പലപ്പോഴും വെരിക്കോസ് വെയിൻ മാത്രമുള്ളവർക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ഈസി ആയിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൈൽസ് ഉള്ളവർ പെട്ടെന്ന് ഈ പൈൽസിനെ അങ്ങ് അവിടുത്തെ നമ്മൾ ഈ രക്തക്കൊഴലുകളെ എടുത്തു കളയുന്നതിന് പോലെ, കാലിലെ രക്തക്കൊഴലുകളെ വെരിക്കോസ് വെയിൻ എടുത്തു കളയുന്നത് പോലെയാണ് ഈ പൈൽസിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് അതിനെ അങ്ങ് എടുത്തു കളയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത്ര സിംറ്റമാറ്റിക് ആവില്ല. അപ്പോൾ നമുക്ക് ആ സിംറ്റംസ് അറിയാൻ പറ്റില്ല. അവിടെ രക്തക്കൊഴലുകൾ വീർത്ത് വരുമ്പോൾ നമുക്ക് വരുന്ന വേദനയാണല്ലോ നമുക്ക് ഈ പൈൽസിൻ്റെ വേദന അല്ലെങ്കിൽ ബ്ലീഡിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അറിയാതെ പോകുന്നത്. അപ്പോൾ ജനറലി മിക്കവാറും വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് പൈൽസോ അല്ലെങ്കിൽ ആണുങ്ങൾക്കാണെങ്കിൽ വെരിക്കോസ് വെയിൻസും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതിൻ്റെ എക്സ്റ്റെൻ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അസ്വസ്ഥതകൾ അനുസരിച്ചാണ്. ഏറ്റവും ചെറിയ രക്തക്കൊഴലുകളും ചെറുതായിട്ടോ ഉള്ളെങ്കിൽ C1, അതായത് 6 ഗ്രേഡായിട്ടോ അല്ലെങ്കിൽ 6 ക്ലാസ്സസ് ആയിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ജനറലി. C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് തുടങ്ങി, പിന്നെ C2 കുറച്ചും കൂടെ വലുതായി, പിന്നെ C3 ആകുമ്പോഴേക്കും കുറച്ച്
വീർത്ത് മടങ്ങി വരാനൊക്കെ തുടങ്ങി. പിന്നെ 4 ആകുമ്പോഴേക്കും സ്കിന്നിൻ്റെ കളർ ചേഞ്ചസ് വന്നു. 5 ആകുമ്പോഴേക്കും ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഇത് വരിക. 6 ആകുമ്പോഴേക്കും നമ്മൾ അൾസർ, നോൺ ഹീലിംഗ് അൾസർ, അല്ലെങ്കിൽ പിന്നെ ഒരു C6 റെക്കറൻസ് എന്ന് പറഞ്ഞു വരും. C6R എന്ന് പറയുന്നത് അത് ഒന്ന് വന്നു ഉണങ്ങി പിന്നെയും വരുന്നതാണെങ്കിൽ പിന്നെയും ഉപകരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് C6R നമ്മൾ ലാസ്റ്റ് സ്റ്റേജ്, ഏറ്റവും കൂടുതലായിട്ടുള്ള സ്റ്റേജായിട്ട് കണക്കാക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഡയഗ്നോസിസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്? ഒന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അവനവന് ഡയഗ്നോസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കാലിൻ്റെ മുകളിലൊക്കെയുള്ള സ്പൈഡർ വെയിനൊന്നും നമ്മൾ ബേസിക്കലി നമ്മളൊരു കുളിക്കുമ്പം ഒരു സെൽഫ് എക്സാമിനേഷൻ ചെയ്യുക, അല്ലെങ്കിൽ കുളിക്കുമ്പോൾ, അല്ലെങ്കിൽ വിതൗട്ട് അധികം ഡ്രസ്സില്ലാതെ, കാലിൻ്റെ ഡ്രസ്സില്ലാതെ ഒരു സെൽഫ് എക്സാമിനേഷൻ മിററിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നോക്കിപ്പിക്കുക, സ്പൗസോ ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ അത് എൻഡ് സ്റ്റേജായിട്ട് വേദനയും വന്ന അൾസറും ഒക്കെ വരുമ്പോഴേക്കും അല്ല അത് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തുടങ്ങേണ്ട. അതിന് മുമ്പ് തന്നെ, തുടക്കത്തിലെ തന്നെ ഇതാണ് ഈ രക്തക്കൊഴലുകൾ നശിക്കുന്നതും വീർത്തു വരുന്നതും ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എൻഡ് സ്റ്റേജ് 10, 20, 30, 40 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഇതും കൊണ്ട് വന്നിട്ടായിരിക്കും പ്രോബ്ലം വരുന്നത്. അപ്പോൾ അവിടെ വരെ എത്താതെ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ജെൻസൊക്കെ ആണുങ്ങളാണെങ്കിൽ കാലിൽ രക്തക്കൊഴലോ ഇതെന്തേലും കണ്ടാൽ തന്നെ അവർ വെരിക്കോസ് വീൽ ഉണ്ടോ എന്ന് നോക്കിക്കുക. വെരിക്കോസ് വീൽ ഉണ്ടെങ്കിലും നമ്മൾ ആ വെരിക്കോസ് വീലിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ആ രക്തക്കൊഴലിനെ തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ല ചെയ്യേണ്ടത്. അതിൻ്റെ കാരണം എന്താണ്, എന്ത് ഫുഡാണ് ഞാൻ പറ്റാത്തത് കഴിക്കുന്നത് എന്നും നോക്കി അതൊക്കെ ഒഴിവാക്കി അത് പ്രോഗ്രസ് ചെയ്യിപ്പിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫെർട്ടിലിറ്റിയുടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. വെരിക്കോസ് വീലിന് വേണ്ടിയിട്ട് ഇപ്പം ഇൻഫെർട്ടിലിറ്റിയുടെ ആസ്പെക്റ്റിൽ ഒത്തിരി ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം മെയിൻലി ഈ വെരിക്കോസ് വീൽ കളയണം, അതായത് വെയിനെ അങ്ങ് ഇല്ലെന്നാക്കി കളയുക. അതുകൊണ്ട് നമ്മൾ ഇൻഫെർട്ടിലിറ്റി ഒന്നും മാറാൻ പോകുന്നില്ല. അവരുടെ ക്വാളിറ്റി ഓഫ് സ്പേം ഇമ്പ്രൂവ് ചെയ്യാനോ ഫെർട്ടിലിറ്റിക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടിയില്ല. അവിടെ അതിൻ്റെ ആ വെരിക്കോസ് വീൽ പിന്നെ കാണില്ല, കാരണം ബ്ലഡ് അങ്ങ് കട്ട് ചെയ്യുകയാണ്, ബ്ലഡ് ഫ്ലോ കട്ട് ചെയ്യുന്നതുകൊണ്ട്. അത് പിന്നെ വേറെ പല മാർഗത്തിൽ കൂടെ ബ്ലഡ് പോകേണ്ടി വരും. പിന്നെ പൈൽസിൻ്റെ നമുക്കറിയാം, വെരിക്കോസ് കാലിൽ അങ്ങനെ കണ്ടുപിടിക്കാം, വെരിക്കോസ് വീൽ കണ്ടുപിടിക്കാം. പൈൽസ് ഉണ്ടെങ്കിൽ അത് അതിൻ്റെ രീതിയിൽ നമ്മൾ നോക്കിയും ബ്ലീഡിങ്ങും ഒക്കെ വെച്ച് കണ്ടുപിടിക്കും. പിന്നെ ഒരു ടെസ്റ്റിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലിനൊരു ടെൻഡർബർഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ്. അത് നമ്മൾ ട്യൂണിക്കറ്റ്, നമ്മൾ ബ്ലഡൊക്കെ എടുക്കാൻ നേരത്ത് കെട്ടുമല്ലോ, അങ്ങനെ കാലയിൽ കെട്ടിയിട്ട് എഴുന്നേപ്പിച്ച് നിർത്തി കഴിയുമ്പോൾ എത്ര സമയത്തിനുള്ളിൽ ബ്ലഡ് രക്തക്കൊഴലുകൾ ഫില്ലാകുന്നു എന്നനുസരിച്ചും, അതുപോലെ യൂഷ്വലി ഒരു 30 സെക്കൻഡ്സ് എടുക്കും ഫില്ലാക്കാൻ. അപ്പം 30 സെക്കൻഡ്സ് എടുത്ത് ആദ്യം ചെല്ലുമ്പോഴേ തന്നെ രക്തം ഫില്ലായി പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഡീപ്പ് വെയിൻസിനും അതിൽ മൊത്തത്തിൽ പ്രോബ്ലം ഉണ്ടെന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ട്യൂണിക്കറ്റ് അഴിച്ചിട്ട് നോക്കും. അപ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അഴിച്ചിട്ട് നോക്കും. അഴിച്ച് നോക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് ഫില്ലാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് സൂപ്പർഫിഷ്യൽ വെയിൻ, പുറമേ ഉള്ള രക്തക്കൊഴലുകൾക്ക് മാത്രം. അത് രണ്ടും തമ്മിൽ തിരിച്ചറിയാനും കൂടെ ഉള്ള ഒരു ടെസ്റ്റാണ്. അത് പണ്ട് കാലത്ത് അതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് ഡോപ്ലർ സ്റ്റഡീസ് ഉണ്ട്. ഈ കളർ ഡോപ്ലർ സ്റ്റഡി എന്ന് പറയുന്ന കാലിലെ അൾട്രാസൗണ്ട് സ്കാൻ വെച്ച് നോക്കുന്നത്. അതും സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോക്കുന്നതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമുക്ക് എവിടെയൊക്കെയാണ് ഡാമേജ് വന്നിരിക്കുന്നത്, ഏതൊക്കെ വാൽവിന് ഡാമേജ് വന്നിട്ടുണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൽ വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റായിട്ട് നമുക്കൊരു മെഡിക്കൽ സൈഡിൽ നിന്ന് തരാൻ പറ്റുന്ന ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സ്, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അതൊക്കെ ആ പുറമേ ഉള്ള രക്തക്കൊഴലുകൾ ഇങ്ങനെ വീർത്തിരിക്കുന്നത് കുറയ്ക്കാനാണ് ഇതിൻ്റെ എല്ലാം ബെനിഫിറ്റ് വരുന്നത്. പിന്നെ കുറച്ച് അതിനൊരു സപ്പോർട്ട് പോലെ കൊടുത്ത് അവിടെ അതിനകത്ത് കെട്ടി നിൽക്കാതിരിക്കാൻ. പിന്നെ എക്സസൈസ് ചെയ്യുക, കാല് പൊക്കി വയ്ക്കുക, പിന്നെ ഓവർ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക. ഇതൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ മെഡിസിൻസ് ആണെങ്കിൽ ഫ്ലാവനോയിഡ്സ് എന്ന് പറഞ്ഞ് ഉള്ള ഈ ചില ഫുഡ് സപ്ലിമെൻറ്റ്സ് പോലെയുള്ളതാണ്. അത് ഡയോസ്മിൻ, അതുപോലെ ഹെസ്പെറിഡിൻ എന്നൊക്കെ പറഞ്ഞ് ഫ്ലവനോയിഡ്സ് വിഭാഗത്തിൽപ്പെട്ട ഒരു ഇതാണ്. അതായത് പ്ലാന്റ് ന്യൂട്രിയൻ്റ് പോലെയാണ്. അത് നമ്മുടെ ഈ ഓറഞ്ച് പീലുണ്ടല്ലോ, ഓറഞ്ചിൻ്റെ തൊലിക്കകത്ത് നിന്ന് ഉണ്ടാക്കുന്നതാണ് അത് മെയിൻലി. അതിനൊരു കുറച്ചൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ വലിയ ബെനിഫിറ്റ് കൂടുതലുള്ളവർക്കൊന്നും വലിയ അത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒക്കെ ഒരേപോലെയൊക്കെയാണ്. അത് വെച്ചിട്ടുള്ള ഓയിൻമെൻറ്റ് പൈൽസിന് വേണ്ടിയിട്ട് എടുക്കാറുണ്ട്. പൈൽസിന് വേണ്ടിയിട്ടും വെരിക്കോസ് വെയിനിന് വേണ്ടിയിട്ടും ഒക്കെ ഈ മെഡിസിനുകൾ കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് സർജറിയാണ്. സർജറി എന്ന് പറഞ്ഞാൽ ആദ്യകാലത്തൊക്കെയാണ് സ്ട്രിപ്പിംഗ് എന്ന് പറയും. ഈ പുറമേ ഉള്ള രക്തക്കൊഴൽ, ഗ്രേറ്റ് സഫിനസ് വെയിൻ എന്ന് പറയുന്ന ഈ സ്കിന്നിനടിയിൽ കൂടെയുള്ള ആ രക്തക്കൊഴലാണല്ലോ ഇങ്ങനെ മടങ്ങിയൊക്കെ കിടക്കുന്നത് നമ്മൾ കാണുന്നത്.
അപ്പോൾ അതിനെ അങ്ങ് എടുത്തു കളയുക എന്നുള്ളതായിരുന്നു പഴയ ട്രീറ്റ്മെൻറ്റ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാളും കഴിഞ്ഞപ്പോഴേക്ക് അതിനകത്തൂടെ രക്തക്കുഴലിനകത്തൂടെ ഇങ്ങനെ കത്തീറ്റർ കയറ്റി ഇങ്ങനെ റേഡിയോ അബ്ലേഷൻ ചെയ്യുക, പിന്നെ ചില മരുന്നുകൾ ഇഞ്ചെക്ട് ചെയ്ത് സ്ക്ലിറോതെറാപ്പി ചെയ്യുക, പിന്നെ ക്രയോ സ്ട്രിപ്പിംഗ് തണുപ്പിച്ച ഇത് വെച്ചിട്ട് അത് തണുപ്പിച്ച് കളയുക. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് ഗ്ലൂ ഇഞ്ചെക്ട് ചെയ്യും. പ്രത്യേകിച്ച് ഇതിൻ്റെ തുടക്കം ആ ഒരു രക്തക്കുഴലും ഡീപ്പ് വെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലമുണ്ട് നമ്മുടെ തൈസിൻ്റെ ഏറ്റവും മുകളിൽ വെച്ചിട്ട്. അവിടെ ഇതങ്ങോട്ട് ഈ സീലിട്ട് വീനാസീൽ എന്ന് പറയും. അതിന് ഒരു സൈനോ ആക്രലേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു കെമിക്കലാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്താ, അവിടെ അങ്ങ് ബ്ലോക്കായി പോകും. പിന്നെ ഇങ്ങോട്ട് ബ്ലഡ് കയറി പോകില്ലല്ലോ. അപ്പോൾ പതുക്കെ അവിടെ ബ്ലോക്കായിരിക്കുമ്പോൾ ഇനി രക്തക്കുഴൽ തന്നെ അങ്ങ് നശിഞ്ഞു പൊക്കോളും. അപ്പം ഗുണം എന്താണെന്ന് വെച്ചാൽ നോക്കുമ്പോൾ നമ്മളൊന്നും കാണുകയില്ല. അപ്പോൾ ഈ രക്തമെല്ലാം പിന്നെ ഉള്ളിലെ രക്തക്കുഴലുകളിൽ കൂടെ വേണം മുകളിലേക്ക് പോകാൻ. നമ്മൾ പുറമേ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ ഓപ്പറേഷനൊക്കെ എല്ലാ വെരിക്കോസ് വെയിൻ്റെ ഓപ്പറേഷനുകൾക്കും ഒരു കോസ്മെറ്റിക് ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ കോസ്മെറ്റിക് ഇഫക്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ സർജറി ചെയ്യുന്നതെന്ന് ഓർക്കണം. ഇൻ ഇഫക്റ്റ് നമുക്ക് ഉള്ള രക്തയോട്ടത്തിനുള്ള വഴികളില്ലെന്നായി പോവുക. അതായത് നമ്മളുടെ രക്തം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് ഹാർട്ടിലേക്ക് ചെന്നാൽ മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ കെമിക്കൽ വെച്ചാണേലും സ്ക്ലിറോതെറാപ്പി ചെയ്താണേലും മറ്റ് റേഡിയോ അബ്ലേഷനാണെങ്കിലും വീനസീലാണെങ്കിലും വെയിനെ തന്നെ എടുത്തു കളയുകയാണെങ്കിലും എന്ത് ചെയ്താലും നമ്മൾ രക്തക്കുഴലില്ലെന്നായി പോവുക അതിന്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഈ കെമിക്കലും ഒക്കെ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ രക്തക്കുഴലിൻ്റെ കൂടെ തന്നെയാണ് നെർവ്സും ആർട്ടറിയും പോകുന്നത്. അവരും കൂടെ ഡാമേജ്ഡ് ആകും. അതുകൊണ്ടാണ് പലപ്പോഴും എല്ലാവരും നോക്കുമ്പം രക്തക്കുഴലൊന്നും പിന്നെ കാണുകയില്ല, കുറച്ച് നാളത്തെ ഹാപ്പിയാകും. 1-2 കൊല്ലം കഴിയുമ്പോഴേക്കും വേദനയും ബുദ്ധിമുട്ടും വരാൻ തുടങ്ങും. ചിലപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ ബ്ലീഡിങ് വരാൻ തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ ഈ ഡിഫൻസ് ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർവ്യൂവേഴ്സിനെ അടുത്തുനിന്ന് ഹൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്താലും വലിയ കുഴപ്പം വരികയില്ല. കാരണം ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ, അതിന് പകരം ഉണ്ടാവും. പക്ഷേ ഇവരെല്ലാം ഇങ്ങനെയൊക്കെ സർജറി ചെയ്യുന്നവരും എല്ലാം ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ രോഗം കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. നമ്മൾ ആദ്യം വന്ന ഒരു ചെറിയ ഇതൊക്കെ ചെയ്ത് രോഗം നമ്മൾ കൂടാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു കാരണവശാലും ഒരു കോസ്മെറ്റിക് ഇഫക്റ്റിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഈ സർജറി ചെയ്യരുത്. കാരണം അത്രയും രക്തക്കുഴൽ നമുക്ക് ജനിച്ചപ്പം നമ്മളുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ രൂപം കൊണ്ട് വെയ്റ്റ് സഫീനസ് വെയിനെയാണ് നമ്മൾ സ്ട്രിപ്പ് ചെയ്ത് എടുത്ത് കളയാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു രക്തക്കുഴലിന് ഡാമേജ് വന്നെന്നും പറഞ്ഞ് നമ്മൾ ഒരു പാർട്ടിനെ തന്നെ കളയുന്ന, എൻ്റെ ഇച്ചിരി വീർത്തു വന്നെന്നും പറഞ്ഞ് എടുത്ത് കളയുമ്പോൾ അതൊരു ഫ്യൂച്ചറിൽ നമുക്ക് ആ ഇതില്ലാതെ വരും. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻസ് കഴിഞ്ഞവർ ഗ്രാജ്വലി കൂടുതൽ പ്രോബ്ലംസിലേക്ക് പോകാനും കാരണം ഇതാണ്. കാരണം അവിടെ വഴിയില്ലെന്നാകുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളൊന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമ്മൾ അതൊന്ന് കറക്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ മോർ ഡിഫിക്കൽട്ടാണ്. അതേസമയത്ത് ഒന്നും ചെയ്യാതെ, ഓപ്പറേഷനും ചെയ്യാതെ സ്ക്ലിറോതെറാപ്പി ഒന്നും എടുക്കാത്തവർക്കാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഞാൻ ബേസിക്കലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് ചെയ്യുന്നത്. അതിനകത്ത് മരുന്നല്ല, നമ്മൾ സ്പെഷ്യൽ ഫുഡ് അവരുടെ പറ്റാത്ത ഫുഡ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കുക, ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ ബോഡിയിൽ ഓവർ ഫാറ്റ് മാറ്റുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കാത്തവർക്ക് ഈവൻ അൾസറായിട്ട് ഇരിക്കുകയാണെങ്കിലും ശരി വളരെ ഫാസ്റ്റായിട്ട് കിട്ടും. അതേസമയത്ത് 3-4 തരം പല പ്രാവശ്യത്തെ ഓപ്പറേഷനും സ്ക്ലിറോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്കാണ്. അവർക്കാണ് അവർക്കും കിട്ടാറുണ്ട്, ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് വരുന്നുണ്ട്. പക്ഷേ എന്നാലും മോർ ഡിഫിക്കൽട്ടാണ്, കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ് കൂടുതൽ ഓപ്പറേഷൻസ്. കാരണം ആ രക്തക്കുഴലങ്ങ് ഡാമേജ്, നമ്മൾ ആവശ്യത്തിന് ഡാമേജ് ഉണ്ട്, അതിന് കൂടുതലും ഇഞ്ചെക്ട് ചെയ്ത് മരുന്നും കെമിക്കലും ഒക്കെ ഇഞ്ചെക്ട് ചെയ്ത് ഡാമേജ് ചെയ്യുകയും എടുത്തു കളയുകയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ അറിയാമെങ്കിൽ പോലും പലരും ഇങ്ങനെ, അതായത് ഓപ്പറേഷൻ്റെ കുറവുകൊണ്ടൊന്നും അല്ല, ഓപ്പറേഷനിൽ രക്തക്കുഴലെടുത്ത് മാറ്റുകയാണ് അല്ലെ അതിനെ നശിപ്പിക്കുകയാണ് അറിയാമെങ്കിൽ പോലും ഒരു ഈസി വേ ഔട്ട് എന്നുള്ള നിലയിൽ പോയി ഓപ്പറേഷൻ പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ ഓപ്പറേഷൻസ് എല്ലാം ഫ്രീ ആയിരിക്കും, ഇൻഷുറൻസ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ടൈപ്പിൽ ഇൻഷുറൻസ് ഉണ്ടാവും. അപ്പം ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ഒരു കോസ്റ്റ് വരും. അതുപോലെ തന്നെ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനൊക്കെ വരുമ്പോൾ അതിനൊരു കോസ്റ്റ് വരും. പിന്നെ അത് ഇൻഷുറൻസ് കവറേജ് ഇല്ല. അപ്പോൾ ഇതാണെങ്കിൽ ഫ്രീ ആണ്, ഇൻഷുറൻസ് കിട്ടും എന്നുള്ളത് കൊണ്ട്
പലപ്പോഴും ഒരു ഓപ്പറേഷനിലേക്ക് പോകാൻ ആൾക്കാർക്ക് ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പം ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിയാണ്, ഫ്രീ ആണ്, ഒക്കെയാണ്. നമുക്ക് ഒരു കുറച്ച് ദിവസത്തേക്ക് ഒരു രക്തക്കൊള്ളൊന്നും കാണുകയില്ല, ഒക്കെ നല്ല എല്ലാം മാറിയെന്ന് കരുതും. പക്ഷെ പ്രോബ്ലം വീണ്ടും വരുമ്പം നമുക്കങ്ങനെ എടുത്തു കളയുകയും ഇങ്ങനത്തെ ഓപ്പറേഷൻ ചെയ്തവർക്ക് റിസൾട്ട് കിട്ടാൻ മോർ ഡിഫിക്കൽട്ടായിരിക്കും. കാരണം നമ്മളുടെ ഉള്ള കാര്യങ്ങളെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു രക്തക്കുഴൽ വെച്ചൊരു പാർട്ട് പോലും നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ ഉള്ളതിനെ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിരിക്കണം നമ്മളെപ്പോഴും നോക്കുന്നത്. അപ്പം നമ്മളൊരു സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിൽ ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മളത് നേരത്തെ കണ്ടുപിടിക്കാൻ നോക്കുക. കണ്ടുപിടിച്ചാൽ നമ്മൾ സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഓവർ വെയ്റ്റ് ആണെങ്കിൽ അത് മാറ്റുക. നമ്മൾ ശരിക്കും നമ്മൾ ഹൈറ്റ് -110 ആയിരിക്കണം. എല്ലാവരും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഹൈറ്റിൻ്റെ -100, അതായത് 175 സെൻറ്റിമീറ്റർ ഉള്ള ആൾക്ക് 75 കിലോ ആകാമെന്നാണ്. പക്ഷേ പ്രത്യേകിച്ച് ഇങ്ങനത്തെ രോഗങ്ങളുള്ളവർക്ക് അത് പാടില്ല. 175 സെൻറ്റിമീറ്റർ ഉള്ളവർക്ക് അവരൊരു 65 കിലോയേ പാടുള്ളൂ. അതിലും പ്രധാനം നമ്മൾ വയറിൻ്റെ ചുറ്റളവ് നോക്കുക. വയറിൻ്റെ ചുറ്റളവ് 175 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾ കൂടി വന്ന ഒരു 80-85 സെൻറ്റിമീറ്റർ വയറ് വരാവുള്ളൂ. ആ സമയത്ത് അത്രയുള്ള ഒരാൾ 100-110 ഒക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേക്കും എൻ്റെ ഓവർ വെയ്റ്റ്. അപ്പോൾ ലേഡീസ് ഒരു 155 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു ലേഡിക്ക് ശരിക്കും 55 ആണ് മാക്സിമം ആകാവുന്ന വെയിറ്റ്. 155 സെൻറ്റിമീറ്റർ മാക്സിമം ആണ് 55. അവർ 45ലേക്കാണ് നിർത്തേണ്ടത്. പിന്നെ നമ്മളുടെ വയറിൻ്റെ ചുറ്റളവാണെങ്കിൽ മാക്സിമം ഒരു 55 പോട്ടെ 65 വരെ വന്നാലും കുഴപ്പമില്ല. ഒരു 65-70ക്ക് താഴെ നിർത്താനായിട്ട് നോക്കുക. അതാണ് ഫസ്റ്റ് ലൈനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ബ്രീത്തിങ്ങിലൊക്കെ ശ്രദ്ധിക്കുക. വെയിറ്റൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പിടിക്കുമ്പം നമ്മുടെ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷറും ഇൻട്രാ തൊറാസിക് പ്രഷറും കൂടുമ്പം വീനസ് പ്രഷർ കൂടും. അതും ദോഷമുണ്ടാക്കും. പിന്നെ ഇപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ പൈൽസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്ത് കഴിക്കുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നതെന്ന്. പൈൽസ് വരുന്നുണ്ടോ എന്തെങ്കിലും കഴിച്ചപ്പം അതിൻ്റെ അർത്ഥം ആ സാധനം നമുക്ക് പറ്റാത്തതാണ്. അങ്ങനെ നമുക്ക് സെൽഫായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ മറ്റു രോഗങ്ങളും അല്ലെങ്കിൽ വെരിക്കോസ് വെയിനിൽ അൾസറിലേക്കും കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്കും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് 3, 4 ലെവൽ 5ലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ കളർ ചേഞ്ചും ഒക്കെ വരാൻ തുടങ്ങിയാൽ ഡെഫിനറ്റ്ലി ഒരു ക്ലിനിക്കലി സപ്പോർട്ടും കൂടി ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് മാറ്റിക്കൊണ്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവരാണ് നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ട് എടുക്കേണ്ടത്. അപ്പോഴും പക്ഷേ നമ്മൾ ഇതിനകത്ത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും നമ്മളുടെ ബോഡിയെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടുള്ളൊരു എഫേർട്ടും ടൈമും എക്സ്പെൻസും ഒക്കെ എടുക്കാൻ വില്ലിങ് ആയിട്ടുള്ളവർക്കേ അത് പ്രാക്ടിക്കൽ ആവുള്ളൂ. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാൻ സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കൂ. വൃക്കരോഗം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് കൂടുതലും ഓപ്പറേഷനായി പണം ചിലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുമ്പായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്,
മറിച്ച് ഓപ്പറേഷന് വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനും മുമ്പ് ഒപ്പുവയ്ക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക്, പ്രത്യേകിച്ചും രക്തക്കൊള്ളുകളെ ബാധിക്കുന്ന രോഗങ്ങളുള്ളവർക്ക് അനസ്തീസിയയുടെയും ശസ്ത്രക്രിയാ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തുകയും അമിതവണ്ണമുണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അടുത്തത്, ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻറ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണമെന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇത് ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാവും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടി വരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണങ്ങളുടെ എന്ത് ബെനിഫിറ്റാണ് ഈ വെരിക്കോസ് വെയിൻ പോലുള്ള പേഷ്യൻസിന് വരുന്നതെന്നുള്ളതാണ്. അപ്പം നമ്മൾ ബേസിക്കലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് ബോഡിക്ക് വേണ്ട ന്യൂട്രീഷനെല്ലാം, അതായത് നമ്മൾ 57 ന്യൂട്രിയൻസ് ഉണ്ട്, അതിൽ വെള്ളവും ഓക്സിജനും ഉൾപ്പെടെ. അപ്പം അതുപോലെ 14 വൈറ്റമിൻസും 14 മിനറൽസും അമിനോ ആസിഡ്സും ഒക്കെ ഉണ്ട്, ഫാറ്റി ആസിഡ്സ്, ഡയറ്ററി ഫൈബർ, ഇതെല്ലാം കറക്റ്റ് പ്രൊപ്പോർഷനിൽ ബോഡിക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും മിക്കവാറും ഈ വെരിക്കോസ് വെയിൻ പേഷ്യൻസ് എല്ലാം തന്നെ ഓവർ വെയ്റ്റ് ആയിരിക്കും. അപ്പോൾ കാലറി ഏറ്റവും കുറഞ്ഞ് അതേ സമയത്ത്, അതായത് അരി, ഗോതമ്പ്, മധുരം, ബേക്കറി ഐറ്റംസ്, ഓയിലി ഐറ്റംസ് ഒക്കെ ഏറ്റവും ഇല്ലാതെ തന്നെ ഈ ന്യൂട്രീഷൻ എല്ലാം കൊടുക്കുന്നു എന്ന് ഉറപ്പിക്കുക. പിന്നെ കിടന്നുകൊണ്ടല്ലേ ഇരുന്നുകൊണ്ട്, കാരണം വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ഒത്തിരി നടക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കിടന്നുകൊണ്ട് അല്ലെ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന എക്സസൈസുമാണ് വരുന്നത്. പിന്നെ മൂന്നാമത്തെ, അപ്പം ഒന്ന് ഫുഡ് കറക്റ്റ് ആവണം, പിന്നെ എക്സസൈസ് വേണം, ഫാറ്റ് കൂടുതലുണ്ടെങ്കിൽ അത് ബേൺ ഔട്ട് ആവണം, പിന്നെ ടോക്സിൻസ് എത്തുന്നത് കുറയ്ക്കാനും.
അപ്പം നമ്മളുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഈവൻ മരുന്നുകൾ പോലും ടോക്സിൻസാണ്. പല പേഷ്യൻസും വെരിക്കോസ് വെയിനും ഉണ്ടാകും, അതിൻ്റെ കൂടെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഹാർട്ട് ഡിസീസും എല്ലാം ഉണ്ടാകുന്ന രോഗികളായിരിക്കും. അപ്പോൾ ഈ നമ്മളിതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആദ്യം തന്നെ മരുന്നുകൾ കുറച്ചുണ്ടോ, കൂടുതൽ മരുന്നുണ്ടെങ്കിൽ മരുന്നും കുറച്ചുണ്ടോ എന്ന് നിർത്തുക. പിന്നെ ഫുഡിലാണേലും ഫുഡിനോട് ഈ കളറും പ്രിസർവേറ്റീവ്സും ടേസ്റ്റ് മേക്കേഴ്സും ഒക്കെ ഇട്ട ഫുഡും ഒക്കെ ഒഴിവാക്കി നമ്മുടെ ബോഡിയിൽ ടോക്സിൻ ലെവൽ കുറയ്ക്കുക എന്നുള്ളത്. കാരണം ഈ സ്കിന്നിലേക്കൊക്കെ ഈ അൾസറും ചൊറിച്ചിലും കളർ വ്യത്യാസമൊക്കെ വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി ടോക്സിൻസ് കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ ഉള്ളവരുടെ പലപ്പോഴും കിഡ്നി ഫംഗ്ഷനിൽ കുറവ് വന്നിട്ടുണ്ടാകും. അപ്പം ഇവിടെ ഒരു രോഗം മാത്രമായിരിക്കുകയില്ല, വെരിക്കോസ് വെയിൻ മാത്രമായിട്ട് ഇൻഡിവിജ്വലായിട്ട് ആർക്കും നിൽക്കുന്നുണ്ടാവില്ല. അങ്ങനെ കാലില കാണുന്നത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വരുന്ന പേഷ്യൻറ്റിന് വെരിക്കോസ് വെയിൻ മാത്രം ഉള്ളെങ്കിൽ അത് മിക്കവാറും വെരിക്കോസ് വെയിനും ഒബീസിറ്റി മാത്രമായിട്ട് വരാം. അല്ല, വെരിക്കോസ് വെയിൻ മാത്രമായിട്ട് ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കൂടുതൽ പേരും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും അതിൻ്റെ കൂടെ തന്നെ ഡയബറ്റിക് ന്യൂറോപ്പതിയും പിന്നെ കിഡ്നിക്ക് ഓൾറെഡി GFR കുറഞ്ഞിട്ടുണ്ടാകും. അത് ഡയബറ്റീസ് കൊണ്ട് മാത്രമാണ്, ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും അതിൻ്റെ കൂടെ മിക്കവാറും ഉണ്ടാകും, അതുകൊണ്ടും ഉണ്ടാകും. പിന്നെ ഈ ഓട്ടോഇമ്മ്യൂൺ നെഫ്രോപ്പതിയും കൂടി ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ടാകും. അപ്പം മൾട്ടിപ്പിൾ കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് വരുന്നത്. അപ്പം ഇതിലെല്ലാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ നമ്മൾ മരുന്നും ഓപ്പറേഷനും ഒന്നും അല്ലാതെ നമ്മൾ ഈ ക്ലിനിക്കൽ സപ്പോർട്ടിലൂടെയുള്ള ഇതിൽ വരുമ്പം എല്ലാ രോഗങ്ങളും മാറുമെന്നുള്ളതാണ്. ഇപ്പം ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസിൻ്റെ മരുന്ന് നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ നിർത്താം. പേഷ്യൻറ്റ് കറക്റ്റായിട്ട് നോക്കുന്ന ആളാണെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ അവർക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ തുടങ്ങുമ്പം വേണ്ട 2 hours കഴിയുമ്പം മരുന്നില്ലാതെ ഷുഗർ നോർമലായി വരുന്നത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഫുഡ് കൺട്രോൾ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, കാർബ് കുറയ്ക്കാൻ ചിലർക്ക് അത്ര പെട്ടെന്ന് ഫുഡിലേക്ക് വരാൻ കറക്റ്റാക്കാൻ പറ്റാതെ ഒരു ഫ്യൂ പെർസെൻറ്റേ ഉള്ളൂ. മിക്കവാറും പേരും പെട്ടെന്ന് തന്നെ കറക്റ്റാക്കുന്നവരാണ്. ചിലർ ഒരു ഫ്യൂ പെർസെൻറ്റേജിന് ചിലപ്പം ഇത്തിരി സമയം എടുക്കും അവർക്ക് ആ ഭക്ഷണമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് വരാൻ. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മളപ്പം തന്നെ കാണാം, നമ്മൾ എന്തെങ്കിലും കാർബോഹൈഡ്രേറ്റ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഷുഗർ ഷൂട്ടപ്പ് ചെയ്യുന്നത് കാണാം. പിന്നെ നമുക്ക് പറ്റാത്ത ഫുഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുക, അതാണ് വേറൊന്ന് ചെയ്യുന്നത്. ഇപ്പോൾ ചിലർക്ക് ഗോതമ്പ് പറ്റില്ലായിരിക്കും, ചിലർക്ക് അരി പറ്റില്ലായിരിക്കും, ചിലർക്ക് പാല് പറ്റില്ലായിരിക്കും, ചിലർക്ക് ഈവൻ വെണ്ടയ്ക്ക പറ്റില്ലായിരിക്കും, കടുക് പറ്റില്ലായിരിക്കും, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പം അത് ഏതാണെന്ന് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുമ്പം വെരിക്കോസ് വെയിൻ മാത്രമല്ല അതിൻ്റെ കൂടെ പൈൽസും വയറിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതും പോകും. മിക്കവാറും ഈ പ്രഷർ ഷുഗർ ഇതിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെല്ലാം ഇതിൻ്റെ മിക്കവാറും എന്ത് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇതെടുക്കുമ്പം ഈ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ട് നിർത്താൻ പറ്റും ഇതിൻ്റെ മിക്കവാറും. പിന്നെ സൈക്യാട്രിക് മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി സമയം എടുക്കും, 2 to 3 months. കാരണം അത് എത്ര ഗുളികയൊക്കെ ഉണ്ടെന്നനുസരിച്ച് കുറേ മരുന്നൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ സൈക്യാട്രിക് മെഡിസിൻസ് എടുക്കുന്നുണ്ട് ചിലപ്പോൾ കൂടുതൽ നാളെടുക്കും. പിന്നെ ഈ ഇപ്പോൾ സ്റ്റെൻ്റൊക്കെ ഇട്ട പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ബ്ലഡ് തിന്നേഴ്സ് എന്ന് നിർത്തി 1 വർഷം വരെ അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. പിന്നെ പേസ് മേക്കറൊക്കെ വെച്ച പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ ബ്ലഡ് തിന്നേഴ്സ് നമുക്ക് നിർത്താൻ പറ്റില്ല. പിന്നെ ഈ ത്രോംബോഫ്ലബോയിറ്റിസ് പല പ്രാവശ്യം ത്രോംബോസിസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അവരും ചിലപ്പം ബ്ലഡ് തിന്നേഴ്സ് നിർത്തുമ്പം അവർ കംപ്ലീറ്റ് ബോഡി കറക്റ്റ് ആകാതെ നമുക്ക് ബ്ലഡ് തിന്നേഴ്സ് നിർത്താൻ പറ്റില്ല. കാരണം വീണ്ടും അവിടെ രക്തം കട്ട പിടിക്കാനുള്ള ചാൻസ് ഒക്കെ കിടക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഈ ബ്ലഡ് കട്ട പിടിക്കുന്ന ഫോസ്ഫോലൈപ്പിഡ് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞൊരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്. അതൊക്കെ ഉള്ളവർക്കും ഈ ബ്ലഡ് ഇങ്ങനെ കട്ട പിടിക്കാതിരിക്കാനുള്ളത് ചിലപ്പം നിർത്താൻ പറ്റാതെ വരും. പിന്നെ ചിലരൊക്കെ ഉണ്ട് ഈ അൾസറിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പം ബ്ലഡ് ക്ലോട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അത് നിർത്തി നോക്കാറുണ്ട്. കാരണം അവരല്ലെങ്കിൽ ഇങ്ങനെ ബ്ലീഡിങ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കണ്ടിന്യൂസ്ലി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അപ്പം മൾട്ടിപ്പിൾ ലെവലിലുള്ള പേഷ്യൻസിനെ കാണാറുണ്ട്. ഏറ്റവും ഈസി ആയിട്ട് കാണുന്നത് ഒരു ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ല, അതായത് വെരിക്കോസ് വെയിന് വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷനും ചെയ്തിട്ടില്ല, ഗ്ലൂ ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുമില്ല, അല്ലെങ്കിൽ സ്ക്ലെറോതെറാപ്പി സ്ട്രിപ്പിംഗ് ഒന്നും ചെയ്യാത്ത പേഷ്യൻറ്റിനാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് റിലീഫ് കിട്ടുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ വെരിക്കോസ് വെയിനൊക്കെ ഉള്ളവർ ഒരാഴ്ചയാകുമ്പോൾ തന്നെ വരുമ്പോൾ ഡോക്ടർ ഭയങ്കര ആശ്വാസമായിരുന്നു. അൾസറൊക്കെ ഉള്ളപ്പം അത് ഒരാഴ്ച കൊണ്ട് തന്നെ, അതായത് 8 ദിവസം ആകുമ്പോഴേക്കും തന്നെ നമുക്ക് ആശ്വാസമാകും. പക്ഷേ അൾസറൊക്കെ ഹീൽ ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ഹീൽ ചെയ്ത് വരാനായിട്ട് കുറച്ചും കൂടെ സമയമെടുക്കും. അപ്പോൾ നമ്മൾ കാണാറുണ്ട് 100 കിലോ ഒക്കെ 100, 110 കിലോ ഒക്കെ ഉള്ളവർ ഭയങ്കര ഇതായിട്ട് വന്നിരിക്കുന്നവർ, അവർക്കൊരു ചിലരൊക്കെ ഒരു 25% വെയിറ്റ് 3 മാസം കൊണ്ട് കുറയ്ക്കും.
അപ്പോൾ അത് ഒത്തിരി കൂടുതലുള്ളവരാണ്. സാധാരണ നമ്മളൊരു 3 മാസം കൊണ്ട് 20%, 100 കിലോ ഉള്ളവർക്കാണ് 80ലേക്ക് വരാൻ പറ്റും. അപ്പോഴേക്കും 3 മാസം കൊണ്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് എന്നാലും ശരിക്കും ഉള്ളതിലേക്ക് ഐഡിയലിലേക്ക് എത്തിക്കുക. 3 ടു യൂഷ്വലി മിക്കവാറും ഒത്തിരി ഒബേസ് ഒന്നും അല്ലാത്തവർക്ക് നമ്മുടെ ബോഡി കോമ്പോസിഷനൊക്കെ 6 മന്ത്സ് കൊണ്ട് കറക്റ്റ് ചെയ്യാം. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് പറ്റാത്ത ഫുഡും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുമൊക്കെ അങ്ങ് നിർത്തി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു അൾസറും പൊട്ടാതെയും മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെയും ചില പേഷ്യൻസൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് 3 മാസം എല്ലാം പെർഫെക്റ്റ് ആക്കി പോയിട്ട് പിന്നെയും തിരിച്ചു വരുന്നവരില്ലാന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അവർ ഈ പറ്റില്ല എന്ന് പറഞ്ഞ സാധനം എല്ലാം എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ചിലരൊക്കെ ഗ്ലൂട്ടൻ അലർജിയും ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉള്ളവരാണ്. അവരിപ്പോൾ എല്ലാം ശരിയായല്ലോ. അപ്പോൾ പിന്നെ അവർ പതുക്കെ ചപ്പാത്തിയും ഒക്കെ ഡെയിലി ഭക്ഷണമാക്കി മാറ്റി എക്സസൈസ് ആണെങ്കിലും, കാരണം രക്തക്കൊള്ളുകൾക്ക് ഓൾറെഡി ഡാമേജ് ഉണ്ട്. അതുപോലെ നമ്മൾ രക്തക്കൊള്ളിനെ ഒന്ന് ടൈറ്റൻ